പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ദിനം ഒരു വലിയൊരു ബ്ലെസ്സിങ്ങിൻ്റെ, സ്വർഗത്തിൻ്റെ കൃപകളുടെ ഒരു ദിനമായി മാറട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പ്രഭാഷകൻ 10:9. ചില യാഥാർത്ഥ്യങ്ങൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരും. അതിലൊരു യാഥാർത്ഥ്യമാണ്, സംഭവിക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ് അത്. പൊടിയും ചാരവുമായ മനുഷ്യനെ അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവൻ്റെ ശരീരം ജീർണിക്കുന്നു. ചില രോഗങ്ങളോ അസ്വസ്ഥതകളൊക്കെ വരുമ്പോൾ നമ്മളുടെ ഈ ശരീരം കണ്ട് പഴുത്തു പോകാന്ന് പറയില്ലേ, ജീവനുള്ള ശരീരത്തിൽ തന്നെ പുഴുക്കളുള്ള അവസ്ഥ. ഞാൻ മെഡിക്കൽ കോളേജിലൊക്കെ ഞാൻ റീജൻസി ടൈമിൽ മെഡിക്കൽ കോളേജിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് പോകുമ്പോൾ ചില വ്യക്തികളെ ചില രോഗങ്ങളൊക്കെ വന്ന് ശരീരമാകെ പഴുത്ത് അത് പുഴുക്കൾ എടുത്ത് കളയുന്ന ശുശ്രൂഷയിലൊക്കെ ഏർപ്പെടുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ശരിക്കും വചനം എത്രയോ സത്യമാണ്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ കുട്ടിക്കുറിയും പോൺസൊക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ ശരീരം വളരെ നല്ലതാണ്, അത്രയൊക്കെ പൂശിയിട്ടുള്ള നമ്മുടെ ശരീരം വളരെ നല്ലതാണെന്നൊക്കെയാണ്. ശരിയാണ് പ്രിയ സഹോദരങ്ങളെ. പക്ഷേ മോനെ, നിനക്ക് അഹങ്കരിക്കാനൊന്നുമില്ല. കാരണം കർത്താവാണ് നിൻ്റെ ശരീരത്തെ വിശുദ്ധീകരിക്കുന്നത്. കർത്താവാണ് നിൻ്റെ ശരീരത്തിന് ആരോഗ്യം നൽകുന്നതെന്ന ചിന്ത നിനക്കുണ്ടായാൽ നന്ന്. അതൊക്കെയാണ് പൊടിയും ചാരവുമായ മനുഷ്യനെ അഹങ്കരിക്കാൻ എന്തുകൊണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവൻ്റെ ശരീരം ജീർണിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ശരീരം അത് ദൈവം തരുന്നതാണ്. ഈ ആരോഗ്യമൊക്കെ, ഈ സൗന്ദര്യം ദൈവം തരുന്നതാണ്. തമ്പുരാനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തെ മറന്ന് കുഞ്ഞ് ജീവിക്കരുതേ. ദൈവത്തെ മറന്നു കുഞ്ഞ് ജീവിക്കരുത്. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.